നമസ്കാരം. മല്ലൂസ് കഫേയിലൂടെ ഞാൻ ഇന്ന് പറഞ്ഞു തരുന്ന റെസിപ്പി ശരിക്കും കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. പെട്ടെന്നുണ്ടായ ലോക്ക്ഡൗണും വെക്കേഷനും ഒക്കെ ആയിട്ട് കുട്ടികളൊക്കെ ഇപ്പോൾ കൂടുതലും വീട്ടിൽ തന്നെ ഉണ്ട് അല്ലേ. അവർക്കാണെങ്കിൽ പുറത്തോട്ടൊന്നും പോയി കളിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഇപ്പം. അപ്പോൾ അവർക്ക് എങ്ങനെ വെറൈറ്റി ആയിട്ട് ഫുഡ് തയ്യാറാക്കി കൊടുക്കാം എന്നുള്ളതായിരിക്കും ഓരോ പേരൻസും ചിന്തിക്കുന്നത്. അപ്പം ഞാൻ ഇന്ന് തയ്യാറാക്കുന്ന റെസിപ്പി കുട്ടികൾക്ക് ഭയങ്കര താല്പര്യമുള്ള ഒരു കാർട്ടൂൺ ക്യാരക്ടറായ ഡോറയുടെ പേരിലുള്ളതാണ്, ഡോറ കേക്ക്. അപ്പം നമുക്ക് ഭയങ്കര എമ്മി ആയിട്ടുള്ള ഡോറ കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഭയങ്കര സിമ്പിളാണ് തയ്യാറാക്കാൻ. എല്ലാവരും വീഡിയോ കണ്ടിട്ട് ചെയ്ത് നോക്കുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരും മറക്കാതെ ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് കുട്ടികളുടെയൊക്കെ പ്രിയപ്പെട്ട ക്യാരക്ടറായ ഡോറയുടെ പേരിലുള്ള കേക്ക്, ഡോറ കേക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കേക്ക് തയ്യാറാക്കാൻ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് പൊടിച്ച പഞ്ചസാര 1/2 കപ്പ്, 1 കപ്പ് ഗോതമ്പ് പൊടി, 1/4 കപ്പ് പാൽപ്പൊടി, ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ എടുത്തു വെച്ചിട്ടുണ്ട്, ഒരൽപ്പം തേന്, പിന്നെ ഒരൽപ്പം ന്യൂട്ടെല്ല എടുത്തു വെച്ചിട്ടുണ്ട്, പിന്നെ 1 കപ്പ് പാല്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ പൊടിയെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഇടഞ്ഞെടുക്കണം. അപ്പം ഗോതമ്പ് പൊടിയും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടിച്ച പഞ്ചസാരയും ബേക്കിംഗ് സോഡയും കൂടെ അതിനകത്ത് ആഡ് ചെയ്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇടഞ്ഞെടുക്കാം. തരികളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് നന്നായിട്ടൊന്ന് ഇടഞ്ഞെടുക്കാം. പൊടികളെല്ലാം ഞാനിവിടെ ഇടഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് എടുത്ത് വെച്ചിരിക്കുന്ന പാൽപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പാൽപ്പൊടി ഓപ്ഷനാണ്, വേണമെന്ന് നിർബന്ധമില്ല. പിന്നെ ഉള്ളത് തേനാണ്. തേനും കൂടി ഞാൻ 1 ടേബിൾ സ്പൂൺ അതിനകത്തേക്ക് ആഡ് ചെയ്യുവാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പാല് അല്പം അല്പമായിട്ട് ഒഴിച്ചു കൊടുത്ത് ഈ മാവൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. നമ്മൾ കേക്കിൻ്റെയൊക്കെ ആ ഒരളവിൽ ഒരുപാട് ലൂസായി പോവാതെ വേണം മാവ് കുഴച്ചെടുക്കാനായിട്ട്. ഇപ്പം ഞാനത് തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിനകത്തോട്ട് ഒരു അല്പമായിട്ട് ഈ മാവ് ഒഴിച്ചു കൊടുക്കാം. ഒരു കുട്ടി ദോശയുടെ അളവിലാണ് ശരിക്കും ഒഴിച്ചു കൊടുക്കേണ്ടത്. ഒരുപാട് അളവിൽ മാവ് ഒഴിക്കരുത്, ചെറുതായിട്ട് ഒഴിച്ചു കൊടുക്കുക. ചെറിയ അളവിൽ ചേർത്താൽ മതി. ഇനി നമുക്കൊരു അടപ്പ് വെച്ച് ഇത് അടച്ച് വെച്ച് ഒരു 3 മിനിറ്റോളം വേവിക്കണം. നമുക്കൊന്ന് അടപ്പ് തുറന്ന് നോക്കാം. ഈ ഹോൾസൊക്കെ കണ്ടില്ലേ, ഇത് വരുമ്പോഴാണ് കറക്റ്റ് തന്നെ വേവ് ആയിട്ടുണ്ടെന്ന് നമുക്കറിയാൻ പറ്റും. പിന്നെ അതിനടിയിലൊരു ബ്രൗൺ കളറ് വരുന്നുണ്ട്. അതുകൊണ്ട് ഇതാണ് അതിൻ്റെ കറക്റ്റ് പാകം. ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് അടുത്ത വശവും ഇതുപോലെ വേവിച്ചെടുക്കാം. ഇത് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. നമ്മൾ ആദ്യത്തെ പോർഷൻ്റെ അത്രയും ബ്രൗൺ ആവണ്ട. ഇനി നമുക്ക് അടപ്പ് തുറന്നൊന്ന് നോക്കാം. 2 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്ക് അടിവശവും വെന്തിട്ടുണ്ടോ എന്നൊന്ന് നോക്കാം. ഇത് നോക്കാം, അടിവശവും കുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ബാക്കി ഞാൻ ഇതേ അളവിലൊന്ന് ചുട്ടെടുക്കട്ടെ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിനകത്തേക്ക് ക്രീം പുരട്ടി കൊടുക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 എണ്ണം ചുട്ട് വെച്ചതിൽ 2 എണ്ണം എടുക്കുക. അതിൻ്റെ അടിവശം ബ്രൗൺ കളറിലായിട്ടുള്ളതാണ് മോൾ വശത്ത് വരേണ്ടത്, മറ്റ് 2ഉം അകത്താണ് വരേണ്ടത്. അപ്പോൾ നമുക്ക് അതിനകത്തോട്ട് ഒരല്പം ന്യൂട്ടെല്ല തേച്ച് കൊടുക്കാം. കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഏത് ക്രീമാണോ വീട്ടിലിരിക്കുന്നത് അത് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ന്യൂട്ടെല്ലയാണ് എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്, അതുകൊണ്ടാണ് ഞാൻ തേച്ച് കൊടുക്കുന്നത്. നന്നായിട്ട് അതിൻ്റെ ഒരു ഭാഗം എടുത്ത് നന്നായിട്ട് തേച്ച് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് അടുത്ത പോർഷൻ എടുത്ത് വയ്ക്കാം. അതാണ് നമ്മുടെ ഡോറ കേക്ക് റെഡി ആയിട്ടുണ്ട്. ശരിക്കും ഇതിന് ഡോറ കേക്ക് എന്ന് പേര് വരാൻ കാരണം ഡോറയുടെ തല പോലെ തന്നെ നല്ല ഉരുണ്ട് ആ ഒരു കളർ ഷേപ്പിലാണ് ഇരിക്കുന്നത്. ഇത് അതിനകത്ത് നല്ല ക്രീമൊക്കെ ആയിട്ട് കേക്ക് നല്ല സൂപ്പറായിട്ടുണ്ട്. ഞാൻ ഇതിന് നിങ്ങളെ ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ചോക്ലേറ്റ് ക്രീമൊക്കെ ആയിട്ട് നല്ല സൂപ്പറായി വന്നിട്ടുണ്ട് നമ്മുടെ കേക്ക്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. മധുരമൊക്കെ ഒരുപാട് താല്പര്യമുള്ളവർക്ക് ഈ ഒരു കേക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും.
ടേസ്റ്റി ആയിട്ടുള്ള ഡോറ കേക്ക് കുട്ടികൾക്കും തയ്യാറാക്കി കൊടുക്കുക. അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. സപ്പോർട്ട് ചെയ്യുക. താങ്ക്